ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന എങ്ങനെയാണ് മറ്റൊരാൾക്ക് ആശ്വാസം കൊടുക്കാനുള്ള ഏറ്റവും വലിയ ശക്തിയായി മാറുന്നത്? നിങ്ങളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇത് വെറുമൊരു ഭംഗിവാക്കൊന്നുമല്ല. ദ വൂണ്ടഡ് ഹീലർ അഥവാ മുറിവേറ്റ രോഗശാന്തി നൽകുന്നയാൾ എന്ന് പറയുന്നത് വളരെ പുരാതനവും അതേസമയം വളരെ ശക്തവുമായ ഒരാശയമാണ്. അപ്പം നമ്മുടെ സ്വന്തം മുറിവുകളിൽ നിന്ന് തന്നെ മറ്റുള്ളവരെ സുഖപ്പെടുത്താനുള്ള ആ ഒരു കഴിവ് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? ശരി, നമുക്ക് ഈ ഒരു വിഷയത്തിലേക്ക് കുറച്ചുകൂടി ആഴത്തിലൊന്നിറങ്ങിച്ചെല്ലാം. നോക്കൂ, ഈ ഒരൊറ്റ വാചകത്തിലുണ്ടെല്ലാം. മുറിവ് നിങ്ങളെ നശിപ്പിക്കാം, അല്ലെങ്കിൽ അത് നിങ്ങളെ ഉണർത്താം. ഈ ഒരു വിരോധാഭാസത്തിൽ നിന്നാണ് ശരിക്കും എല്ലാം തുടങ്ങുന്നത്. ഒരേ അനുഭവം തന്നെ എങ്ങനെയാണ് ഒരാളെ തകർത്ത് കളയുന്നതും മറ്റൊരാളെ ഉണർത്തുന്നതും? എങ്ങനെയാണ് വേദന തന്നെ ഇത്ര വലിയൊരു രോഗശാന്തിയുടെ ഉറവിടമായി മാറുന്നത്? അപ്പോൾ ഇതിൻ്റെ ഒരു അടിസ്ഥാന ആശയം എന്ന് പറയുന്നത് വളരെ ലളിതമാണ്. മറ്റൊരാളെ ശരിക്കും സുഖപ്പെടുത്തണമെങ്കിൽ ആദ്യം സ്വന്തം വേദനകൾ എന്താണെന്ന് നമ്മളറിയണം. അത് അതിജീവിക്കുകയും വേണം. ഒരു കാര്യം ഓർക്കണം, കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന എല്ലാവരും ഹീലേഴ്സായി മാറുന്നില്ല. പക്ഷേ ആ വേദനയെ അതിജീവിച്ച് അതിൽ നിന്നൊരു ജ്ഞാനം, ഒരു വിസ്ഡം കണ്ടെത്തുന്നവർക്ക് അവർക്ക് മറ്റുള്ളവർക്ക് വഴികാട്ടിയാകാനുള്ളൊരു പ്രത്യേക കഴിവ് കിട്ടുന്നു. ഈ ആർക്കിടൈപ്പ് എന്ന വാക്ക് കേട്ട് പേടിക്കേണ്ട. നമ്മുടെയെല്ലാം മനസ്സിൽ കാലങ്ങളായിട്ട് രൂപപ്പെട്ടു വന്ന ഒരു അടിസ്ഥാന മാതൃക, ഒരു ബേസിക് പാറ്റേൺ, അത്രയുള്ളൂ. ഇത് ഡോക്ടർമാർക്കോ അല്ലെങ്കിൽ തെറാപ്പിസ്റ്റുകൾക്കോ മാത്രമുള്ള ഒന്നല്ല കേട്ടോ. ഇത് ശരിക്കും ഏതൊരു സാധാരണ വ്യക്തിയുടെയും മാനസിക വളർച്ചയുടെ ഒരു ബ്ലൂ പ്രിന്റ് പോലെയാണ്. നിങ്ങളുടെ കഷ്ടപ്പാടുകളിൽ അർത്ഥം തേടുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ തന്നെ അർത്ഥമാണ് തേടുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും: ഈ രോഗശാന്തി എവിടെ നിന്നാണ് വരുന്നത്? പ്രശസ്ത മനഃശാസ്ത്രജ്ഞനായ കാൾ യുങ്ങിന്റെ അഭിപ്രായത്തിൽ ഇത് പുറത്തുനിന്ന് ആരെങ്കിലും തരുന്ന ഒന്നല്ല. അത് മുറിവേറ്റ വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് തന്നെ വളരെ സ്വാഭാവികമായി വളർന്നു വരേണ്ട ഒന്നാണ്. എങ്ങനെയെന്നോ, ആഴത്തിലുള്ള ഇരുട്ടിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു പ്രകാശം നമ്മൾ തന്നെ കണ്ടെത്തുന്നതുപോലെ. ശരി, ഇനി നമുക്ക് പുരാതനമായ ചില മിത്തുകളിലേക്ക് പോകാം. കാരണം ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഈ ഒരു ആശയം എത്ര ശക്തമായാണ് കഥകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടതെന്ന് കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഗ്രീക്ക് പുരാണത്തിലെ ഏറ്റവും വലിയ ഗുരുക്കന്മാരിലൊരാളാണ് കൈറോൺ. പകുതി മനുഷ്യനും പകുതി കുതിരയുമായ ഒരു സെന്റോർ. അദ്ദേഹം ഒരു അമരനായിരുന്നു, അതായത് മരണമില്ലാത്തവൻ. എന്നിട്ടും ഒരിക്കൽ വിഷം പുരണ്ട ഒരു അമ്പുകൊണ്ട് അദ്ദേഹത്തിന് ഒരിക്കലും ഉണങ്ങാത്ത ഒരു മുറിവുണ്ടായി. സ്വന്തം വേദന മാറ്റാൻ അദ്ദേഹത്തിന് പറ്റിയില്ല. പക്ഷേ ആ തീരാത്ത വേദനയിൽ നിന്ന് കിട്ടിയ അറിവില്ലേ, അതാണ് അദ്ദേഹത്തെ മറ്റുള്ളവരെ സുഖപ്പെടുത്തുന്ന ഒരു ഇതിഹാസമാക്കി മാറ്റിയത്. ഇനി അടുത്ത ആളെ പരിചയപ്പെടാം. അസ്ക്ലേബിയസ് വൈദ്യശാസ്ത്രത്തിന്റെ ഗ്രീക്ക് ദൈവമാണ്. അദ്ദേഹത്തിന്റെ കഥ കുറച്ചുകൂടി നാടകീയമാണ്. ജനനസമയത്ത് അമ്മയുടെ ചിതയിൽ നിന്ന് രക്ഷപ്പെട്ട ആളാണ്. പിന്നീട് ആളുകളെ മരണത്തിൽ നിന്ന് തിരികെ കൊണ്ടുവന്നതിന് സാക്ഷാൽ സ്യൂസ് ദേവൻ തന്നെ അദ്ദേഹത്തെ വധിച്ചു. അങ്ങനെ മരണമനുഭവിച്ച ഏക ദൈവമായി അസ്ക്ലേബിയസ് മാറി. അതുകൊണ്ടുതന്നെ മനുഷ്യരുടെ വേദന എന്താണെന്ന് പൂർണ്ണമായി മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇനി ക്രിസ്തുവിന്റെ രൂപം. അത് ഈ ആശയത്തിന് വേറൊരു മാനം തന്നെ നൽകുന്നുണ്ട്. ഇവിടെ കഷ്ടപ്പാട് വെറുതെ വന്നു ഭവിക്കുന്ന ഒന്നല്ല, മറിച്ച് സ്വയം തിരഞ്ഞെടുക്കുന്നതാണ്. മനുഷ്യരാശിയെ സുഖപ്പെടുത്താൻ വേണ്ടി മാത്രം വേദനയെ സ്വയം ഏറ്റുവാങ്ങുകയാണ്. അപ്പോൾ ഈ 3 കഥകളിലും ഒരു കാര്യം വ്യക്തമാണല്ലേ: മുറിവ് അതുതന്നെയാണ് രോഗശാന്തിയുടെ താക്കോൽ. ശരി, അപ്പോൾ ഈ പുരാണ കഥകളൊക്കെ നമ്മൾ കേട്ടു. ഇനി നമുക്കിതിനെ ഇന്നത്തെ കാലത്തെ സൈക്കോളജിയുമായിട്ടൊന്ന് കണക്ട് ചെയ്തു നോക്കാം. ഒരു മുറിവ് നമ്മുടെ ഉള്ളിൽ ശരിക്കും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമുക്ക് നോക്കാം. നോക്കൂ, ഇവിടെ 2 തരത്തിലുള്ള കഷ്ടപ്പാടുകൾ തമ്മിലുള്ള വ്യത്യാസം കാണിക്കുന്നുണ്ട്. ഒന്ന്, ന്യൂറോട്ടിക് സഫറിംഗ്. അതായത് നമ്മളെപ്പോഴും ഞാനൊരു ഇരയാണ് എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക, വേദനയിൽ നിന്ന് ഓടി ഒളിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്താൽ നമ്മൾ അതിൽ കുടുങ്ങിപ്പോവുകയുള്ളൂ. പക്ഷെ രണ്ടാമത്തേത് നോക്കൂ, യഥാർത്ഥ കഷ്ടപ്പാടുകൾ. അവിടെ നമ്മൾ ആ മുറിവിനെ അംഗീകരിക്കുന്നു, അതിനൊരർത്ഥം കണ്ടെത്താൻ ശ്രമിക്കുന്നു. അപ്പോൾ ആ വേദന തന്നെ നമ്മളെ ശുദ്ധീകരിക്കുന്ന ഒന്നായി മാറുന്നു. ജോസഫ് ക്യാമ്പലിന്റെ ഈ വാക്കുകൾ കേൾക്കൂ. എന്തൊരു ശക്തമായ ആശയമാണിത്. അദ്ദേഹം പറയുന്നത് പോലെ നമ്മുടെ ഏറ്റവും വലിയ മുറിവുകൾ ഒന്നിന്റെയും അവസാനമല്ല, നേരെ മറിച്ച് നമ്മളെ തന്നെ കണ്ടെത്താനുള്ള ഒരു വലിയ യാത്രയുടെ തുടക്കമാണിത്. നമ്മുടെ ആ കംഫോർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് വിളിക്കുന്ന ഒരു കോൾ ടു അഡ്വഞ്ചറാണ് ഓരോ മുറിവും. അപ്പോൾ നമ്മുടെ ലക്ഷ്യമെന്താണ്? മുറിവുണ്ടാക്കിയ ആ വിഷത്തിനുള്ളിൽ തന്നെ ഒളിഞ്ഞിരിക്കുന്ന മരുന്ന് കണ്ടെത്തുക എന്നുള്ളതാണ്. പുരാതന ഗ്രീക്കുകാർക്കിതിനൊരു വാക്ക് തന്നെ ഉണ്ടായിരുന്നു: ഫാർമക്കോൺ. അതിന്റെ അർത്ഥമെന്താണെന്നോ? വിഷവും മരുന്നും ഒരേ സാധനം തന്നെ. അതായത് നമ്മളെ മുറിവേൽപ്പിക്കുന്ന അതേ കാര്യത്തിനുള്ളിൽ തന്നെയാണ് അതിനുള്ള പരിഹാരവും ഒളിഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ ഇന്നുപയോഗിക്കുന്ന മോഡേൺ തെറാപ്പിയുടെ കാര്യമെടുത്താലോ? അതിൻ്റെയൊക്കെ വേരുകൾ ചെന്നു നിൽക്കുന്നത് ഈ പറഞ്ഞ പുരാതന ആശയങ്ങളിലാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം.
ഇത് പുരാതന ഗ്രീസിലെ അസ്ക്ലേപ്പിയസ് ക്ഷേത്രങ്ങളിലെ ഒരു ചികിത്സാ രീതിയുടെ സ്റ്റെപ്പുകളാണ്. നോക്കൂ, ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ ശുദ്ധീകരിക്കുന്ന ഒരു കംപ്ലീറ്റ് പാക്കേജ്. രോഗി സ്വപ്നങ്ങളിലൂടെ ദൈവവുമായി നേരിട്ട് സംസാരിക്കുമെന്നായിരുന്നു അവരുടെ വിശ്വാസം. അപ്പോൾ ശരീരത്തെ ഒരുക്കുക, പിന്നെ സ്വപ്നങ്ങളെ വിശകലനം ചെയ്യുക, അതിൽ നിന്നൊരു ഉൾക്കാഴ്ച കിട്ടുക, ഇതൊക്കെ ഇന്നത്തെ സൈക്കോതെറാപ്പിയുടെ ആദ്യ രൂപങ്ങളായിട്ട് നമുക്ക് കണക്കാക്കാം, അല്ലേ? ഇന്നത്തെ ഒരു തെറാപ്പി റൂമിൽ നടക്കുന്നത് വളരെ രസകരമായൊരു പ്രോസസ്സാണ്. പലപ്പോഴും രോഗി തങ്ങളുടെ പഴയകാല അനുഭവങ്ങളിലെ ചിലപ്പോൾ അച്ഛനമ്മമാരോടുള്ള വികാരങ്ങളൊക്കെ അറിയാതെ തന്നെ തെറാപ്പിസ്റ്റിലേക്ക് പ്രൊജക്റ്റ് ചെയ്യും. ഇതിനെയാണ് ട്രാൻസ്ഫറൻസ് എന്ന് പറയുന്നത്. എന്നാൽ അതേസമയം രോഗിയുടെ വേദന കേൾക്കുമ്പോൾ എന്ത് സംഭവിക്കും? അത് തെറാപ്പിസ്റ്റിൻ്റെ സ്വന്തം മുറിവുകളെയും ഉണർത്താം. അതിനെ കൗണ്ടർ ട്രാൻസ്ഫറൻസ് എന്നും പറയും. ശരിക്കും ഇതൊരു കണ്ണാടി പോലെയാണ്. രണ്ടുപേരുടെയും ഉള്ളിലുള്ള കാര്യങ്ങൾ അതിൽ പ്രതിഫലിക്കും. അപ്പോൾ വീണ്ടും കാൾ യുങ്ങിൻ്റെ ആ വാക്കുകളിലേക്ക് തന്നെ നമ്മൾ തിരിച്ചെത്തുന്നു. മുറിവേറ്റ വൈദ്യൻ മാത്രമേ സുഖപ്പെടുത്തൂ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ഒരു തെറാപ്പിസ്റ്റിൻ്റെ ഏറ്റവും വലിയ ശക്തി വരുന്നത് അവരുടെ ഡിഗ്രിയിൽ നിന്നോ പുസ്തകത്തിൽ നിന്നോ അല്ല, മറിച്ച് വേദന എന്താണെന്ന് അവർ സ്വയം അനുഭവിച്ചറിഞ്ഞതിൽ നിന്നാണ്. രോഗിയുടെ കഷ്ടപ്പാട് അവർക്ക് സ്വന്തം അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുമ്പോഴാണ് അവിടെ യഥാർത്ഥ രോഗശാന്തി സംഭവിക്കുന്നത്. ശരി, ഇനി നമുക്ക് അവസാന ഭാഗത്തേക്ക് വരാം. രോഗശാന്തി അഥവാ ഹീലിംഗ് എന്നതിനെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് തന്നെ ഒന്ന് മാറ്റേണ്ടതുണ്ടോ? നമുക്ക് ചിന്തിക്കാം. യഥാർത്ഥ ഹീലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുറിവുകളെ മായ്ച്ചു കളയുക എന്നല്ല അർത്ഥം. അത് സാധ്യമല്ല. മറിച്ച് ആ മുറിപ്പാടുകളെ, ആ വിള്ളലുകളെ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുക, നമ്മുടെ ശക്തിയുടെ ഭാഗമാക്കുക. ഓർക്കുക, ആ വിള്ളലുകളിലൂടെയാണ് പലപ്പോഴും വെളിച്ചം നമ്മുടെ ഉള്ളിലേക്ക് കടന്നുവരുന്നത്. കാൾ യുങ്ങിൻ്റെ ഈ വാക്കുകളൊന്ന് ശ്രദ്ധിക്കൂ. ജീവിതത്തിലെ ഏറ്റവും വലിയ ചില പ്രശ്നങ്ങൾ ശരിക്കും പരിഹരിക്കാൻ പറ്റാത്തവയാണ്. അവയെ നമുക്ക് ഒരിക്കലും സോൾവ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമുക്കതിനപ്പുറത്തേക്ക് വളരാൻ കഴിയും. അതായത് ആ പ്രശ്നങ്ങൾ ഒരുപക്ഷെ അവിടെ തന്നെ ഉണ്ടാവും, പക്ഷേ അതിന് നമ്മളെ നിയന്ത്രിക്കാൻ കഴിയാത്തൊരു തലത്തിലേക്ക് നമ്മുടെ ബോധം വളർന്നിട്ടുണ്ടാകും. നമ്മൾ ആ പ്രശ്നത്തെക്കാൾ വലുതായി മാറിയിട്ടുണ്ടാകും. അപ്പോൾ ഇതെല്ലാം കേട്ടുകഴിയുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും യാത്രയിൽ ചിന്തിക്കാനായി ഈയൊരു ചോദ്യം മാത്രം ബാക്കിയാകുന്നു. നിങ്ങളുടെ മുറിവിൽ, നിങ്ങളുടെ ഏറ്റവും വലിയ വേദനയിൽ എന്തു മരുന്നാണ് ഒളിഞ്ഞിരിക്കുന്നത്? ഒരുപക്ഷേ നമ്മുടെ ഏറ്റവും വലിയ ശക്തി ഒളിഞ്ഞിരിക്കുന്നത് അവിടെയാകാം. അത് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും യാത്ര.